കർത്താവ് നമ്മെ ഇവിടെ പറിച്ചു നട്ടതാണ്. ഹല്ലേലൂയ. പറിച്ചു നട്ടവന് നമ്മെക്കുറിച്ച് ഒരു ഉത്തരവാദിത്വം ഉണ്ട്. ഹല്ലേലൂയ. അതുപോൽക്കാലം വളരെ പ്രത്യാശയോടെ ദൈവസന്നിധിയിലായിരിക്കുക. ദൈവത്തിന്റെ ആത്മാവിനെ നമ്മോട് സംസാരിപ്പാൻ അതുപോൽക്കാലം കഴിയും. ആമേൻ. സ്തോത്രം. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വം എടുക്കേണ്ടതിന് ഞാൻ ചെയ്തു തരും. ആര് പറഞ്ഞു? യേശു പറയുക അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. കർത്താവായ യേശു തനിക്ക് പിതാവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തെക്കുറിച്ച് പല ഭാഗങ്ങളിൽ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അതുപോലെ തൻ്റെ സ്വർഗവുമായിട്ട് തനിക്കുള്ള ഡയറക്റ്റ് ആക്സസിനെ കുറിച്ച് നമ്മളോട് പല ഭാഗങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഈ ഭാഗത്തേക്ക് നാം കടന്നു വരുമ്പോൾ ആമേൻ. സ്തോത്രം. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെ കുറിച്ചാണ് നമ്മോട് പറയുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. 13-ാം വാക്യം പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വം എടുക്കേണ്ടതിന് ഞാൻ ചെയ്തു തരും. ഹല്ലേലൂയ. ഈ വചനഭാഗം നാം ആഴമായിട്ട് പഠിച്ചാൽ നമുക്ക് അത് കാണാൻ സാധിക്കുന്നത് ദൈവത്വത്തിന്റെ ആമേൻ, ദൈവിക സാരാംശത്തിന്റെ ആമേൻ, ഹല്ലേലൂയ, ഒരു വെളിപ്പാട് നമുക്ക് ഈ വചനഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ആമേൻ. സ്തോത്രം. യേശു താൻ ദൈവം ആണ് എന്ന് തന്നെത്താൻ വെളിപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നാം ഇവിടെ വായിച്ചത്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. യേശു കർത്താവ് തന്റെ ശുശ്രൂഷ ആരംഭിച്ച് തുടങ്ങുന്ന കാലഘട്ടത്തിൽ തുടങ്ങി കഴിഞ്ഞ ചില നാളുകൾക്ക് ശേഷം താൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയാണ്. ഏതാ? സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശദീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളെ പരീക്ഷയിൽ കടത്തരുതേ, ദുഷ്ടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, രാജ്യവും ശക്തി മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ഹല്ലേലൂയ. ഇതാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന. ആമേൻ. സ്തോത്രം. അത് കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ച് കഴിഞ്ഞ സമയത്ത് കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്.